വെള്ളിയാഴ്ച ഭർത്താവിൻ്റെ കൂടെ, മകൻ്റെ കൂടെ, ഉപ്പാൻ്റെ കൂടെ, സഹോദരൻ്റെ കൂടെ പള്ളിയിൽ എത്തുന്നേല്ല സ്ത്രീകൾ. കല്യാണത്തിന് പോണ്, 2-3 ദിവസം വീട്ടിൽ താമസിക്കുന്നു, ഷോപ്പിംഗ് മാളിൽ പോന്ന്, ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോന്ന്, എല്ലാ അന്യ പുരുഷന്മാരുടെ കൂടെയും കൂടിക്കുഴയുന്നു. അപ്പൊ ഒന്നും ഒരു മൂല്യം ഇടപെടുന്നില്ല. ഉച്ച സമയത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് പോയി വന്ന ഉടനെ, അല്ല എൻ്റെ പെങ്ങള് പർദ്ദയൊക്കെ ഇട്ടോടും, ഇവിടെ പള്ളിയിൽ പോയി, കണ്ട സ്വർഗത്തിലേക്കുള്ള വൈദ്യുതി, എനിക്ക് കമ്പനി വേണം നരകത്തിൽ. ഓടൊന്നും അങ്ങനെ വിട്ടാൽ പോലെ നമ്മളെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ചോറ് ഇടുമ്പോൾ ആൾ വേണം നരകത്തിലേ. അപ്പം മൊയ്ലിയാർ ഇടപെടും. എന്ത് പള്ളിയിൽ പോകുന്ന പെണ്ണെന്ന് കേട്ട് അവിടെ മൊയ്ലിയാർ ഇടപെടും. ടൂർ പോകുന്നിട്ട് അയ്യേ ആക്ക് കേട്ട വിചാരിക്കുക എന്താ അറിയോ, 250 ആയത്ത് ഖുർആനിൽ ടൂർ വേണ്ടെന്ന് തോന്നിപ്പോവും. കല്യാണപ്പുരയിലൊക്കെ ചമഞ്ഞൊരുങ്ങി ചുണ്ടൊക്കെ ചോപ്പിച്ച് കവിളൊക്കെ ആക്കി അവിടെ ചെന്ന അതിനൊരു കുഴപ്പമില്ല, അതിന് 250 ഹദീസ് ഉണ്ടെന്നുള്ള മൊയ്ലിയാമാരുണ്ട്. പള്ളിയിൽ പോയാൽ ആറാമ് പറയാൻ മൊയ്ലിയാമാർ വരും. ഈ സമുദായത്തിൽ നിങ്ങൾ ആലോചിച്ച്, കേരളത്തിലെ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾ വെള്ളിയാഴ്ച ഖുത്ബക്ക് വരികയും ആയത്തും ഹദീസും ഉദ്ധരിച്ച ഒരു സമൂഹത്തിന് ഒരേ സമയം, ആണും പെണ്ണും ഒരേ സമയത്ത് ഇരുന്ന് കാണുക. ഉമ്മൻ്റെ അവിടെ, സഹോദരിൻ്റെ അവിടെ, ഭാര്യൻ്റെ അവിടെ, മോളിൻ്റെ അവിടെ, പാപ്പാന്റെ കൂടെയാ വന്നത്, ഭർത്താവിന്റെ കൂടെയാ വന്നത്. എന്നിട്ട് കേൾക്കുകയാണ് ഒരേ സമയത്ത്. കേട്ടിട്ടൊരു സമൂഹം ഒരേ സമയത്ത് ഡെവലപ്പ് ആകുക. എന്നാ അതേ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ലേ? APEന്റെ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല? അവിടെ ആൺകുട്ടികളില്ലേ? അവിടെ അന്യരില്ലേ? ഇല്ലേ? അവിടെ ടീച്ചർമാരൊക്കെ അന്യരല്ലേ? അന്യമതക്കാരല്ലേ? വിലക്കുണ്ടോ? പറഞ്ഞ വിചാരിക്കുന്ന ഖുർആനിലെ 450 ആയത്ത് സ്കൂളിൽ പോകാനുണ്ട്. ഞാൻ ശരിക്കും ഇസ്ലാം പരിശോധിച്ച ഇന്നത്തെ കാലത്ത് സ്കൂൾ പോണ്ടാന്നേ കിട്ടും ഉത്തരം. ഇന്നത്തെ കാലത്ത് ഇപ്പം നടക്കുന്ന സ്കൂളാണെങ്കിൽ ആ സ്കൂൾ പോകൽ പാപമാണെന്നായിരിക്കും കിട്ടുക ഖുർആൻ പരിശോധിച്ചാൽ. കാരണം അവിടെ എല്ലാ തിന്മയും കിട്ടുന്നുണ്ട്. ഒട്ടുമിക്ക സ്കൂളുകളിലും കോളേജുകളിലും കഞ്ചാവ് കിട്ടാത്ത ഏത് വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്? മതത്തിന്റെ പേരിൽ അല്ലാത്ത ഏത് സ്ഥാപനമുണ്ട്? പ്രൈവറ്റും സർക്കാരും നടത്തുന്ന ഏത് സ്കൂളിലാണ് കഞ്ചാവ് കയറി ചെല്ലാത്ത, MDMA കയറി ചെല്ലാത്ത ഏത് സ്കൂളുണ്ട്? ചങ്കുറപ്പോടെ ഒരു പ്രിൻസിപ്പലിന് പറയാൻ പറ്റുമോ ഇവിടുത്തെ കുട്ടികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നില്ല? അപ്പൊ എന്തെങ്കിലും പരിശോധിച്ച് കിട്ടുകയാണെങ്കിൽ പോണ്ടാന്നേ കിട്ടുള്ളൂ, ഓണം കിട്ടില്ല. എന്നാലും 150ലധികം ഹദീസുകൾ പള്ളിയിൽ പോകാനുണ്ടായിട്ട് ഈ കൗമ് അതിനെക്കുറിച്ച് ചിന്തിച്ചോ? 150 വാചകങ്ങൾ പെണ്ണിന് പള്ളിയിൽ പോകാന്നുള്ളതിന് ഇസ്ലാമിലെ ഏറ്റവും കൃത്യമായ തെളിവുകൾ. എന്നിട്ട് ഈ സമുദായം പള്ളിയിൽ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഒറ്റക്ക് പുരയിലിരിക്കുകയാണ്. ബാപ്പ പള്ളിയിൽ, ഭർത്താവ് എല്ലാവരും ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പോഴാണ് ഫിത്തന ഉണ്ടാകുക എന്നുള്ള തിരിച്ചറിവെല്ലാം ഉണ്ടാവുന്നത്. ഞാൻ പറയുന്നത് ഈ സമുദായത്തിന് നരകസ്വർഗങ്ങളെ കുറിച്ച് ബോധ്യം വരൽ എവിടെയാ? എവിടെ? നിങ്ങൾ ആലോചിച്ചൊക്കെ എവിടെയുള്ളത്? ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾ നോക്ക്, സി മടവൂരിന്റെ കറാമത്ത് പറയാൻ എത്ര മൂല്യന്മാരുണ്ട്. ആ സദസ്സിൽ പോയ ഏതെങ്കിലും ഒരുത്തന് അള്ളാഹിനെ കുറിച്ചൊരു വക്കാറത്ത് ഉണ്ടാവുമോ? മാലിക്കുല്ലാ തർജൂന ലില്ലാഹി വക്കാറ, അള്ളാഹ്ക്ക് എന്താ ഒരു വക്കാറത്ത്? ഈ വക്കാറത്ത് കാണണേ അള്ളാഹിനെ പറ്റി പറയണ്ടേ? അത് പറയാത്തൊരു സമുദായം എങ്ങനെ നന്നാകുന്നു കൂടി ആലോചിക്കണം. പടച്ചോന്ന് കൊടുത്തിട്ട് ആലോചിക്കണം. ഈ ഉമ്മത്തിനെ റസൂൽ എങ്ങനെയാ നന്നാക്കിയത്? മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നായിഷബി പറയാ, ആദ്യം അള്ളാഹിനെ പറ്റി പരിചയപ്പെടുത്തി, അതുകൊണ്ടായി ഈ ജനത നന്നായത്. അള്ളാഹിനെ പറ്റി പറഞ്ഞുകൊണ്ടായി ഈ ജനത നന്നായത്. അള്ളാഹിനെ കൽബിൽ കുടിയിരുത്തിക്കൊണ്ടാണ് ഈ ജനത നന്നായത്. അങ്ങനെയുള്ള ഒരു തർബിയത്തും തസ്കിയത്തുമാണ് വിശുദ്ധ ഖുർആനിൽ നമ്മൾ നരകം കേട്ട് നരകത്തെക്കുറിച്ച് പഠിച്ച് അതിന്റെ സത്യതയെ ബോധ്യപ്പെട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന കാര്യമാണ്, അന്നാറു ഹഖ്കുൻ അൽ ജന്നത്തു ഹഖ്കുൻ, സ്വർഗം സത്യമാണ്, നരകവും സത്യമാണ്. അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കും, വിശുദ്ധ ഖുർആനിൽ ഉടനീളം ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് ആദ്യം തന്നെ അള്ളാഹു പറയുന്ന ആദ്യ ഭാഗത്തൊരു സൂറത്ത് അഹ്സാബിലാണ് 45-46 വചനത്ത് പറയുന്നത് എന്താണ്? യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വമുബശ്ശിറൻ വനദീറ. അങ്ങ് സാക്ഷിയാണ്, നരകത്തെക്കുറിച്ച് താക്കീത് നൽകുന്ന ആളാണ്, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളാണ്. കണ്ടോ? താക്കീതാണ്. ഈ രണ്ട് കാര്യങ്ങൾ, സ്വർഗവും നരകവും. ഇതാ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗമുണ്ട്, അതുപോലെ നരകമുണ്ട്. ഇത് രണ്ടും പറഞ്ഞിട്ട് ഒരു സമൂഹത്തെ ഇങ്ങോട്ട് സംസ്കരിച്ചെടുക്കുക. അങ്ങനെയാണ് അവർ ശുദ്ധിയാകുന്നത്. ഓരോ നിങ്ങൾ മക്കയിൽ അവതരിച്ച മുഴുവൻ അധ്യായങ്ങളും നോക്ക്, നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പറയുന്നത്. തൗഹീദിന്റെ വാചകങ്ങളാണ്, വിശ്വാസ കാര്യങ്ങളാണ്. ശിർക്ക് ചെയ്താൽ നരകത്ത് പോകുന്നുള്ള കാര്യമാണ് പറയുന്നത്. ആ കാലയളവിൽ അവതരിച്ച എല്ലാ അധ്യായങ്ങളും നരകത്തിന്റെ ഭയാനകത വിവരിക്കുന്നു. അങ്ങനെയാണ് അവർ നന്നായത്. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ചരിത്രം, അദ്ദേഹം മിമ്പറിൽ നിന്നിട്ട് മിഹ്റാബിൽ നിന്നിട്ട് ഓതുകയാണ്. ആ ഓതലിൽ ഫഅൻദർതുകും നാറൻ തലല്ലാ എന്ന ഖുർആന്റെ വചനം വന്നു. അദ്ദേഹം ബോധരഹിതനായി നിലത്ത് വീണു, ബോധം കെട്ട് നിലത്ത് വീണു.
സൂറത്തുൽ ലൈലിലെ 14-ാമത്തെ വചനം. കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത് എന്ന് പറയുന്നു. അത് കേട്ടിട്ട് അദ്ദേഹം മെഹ്റാബില് ബോധം കെട്ട് വീഴും. ആളുകൾ ചുറ്റിലും കൂടിയപ്പോ അന്തർത്തുക്കും നാറം തലല്ലാ എന്ന് അദ്ദേഹം ഇങ്ങനെ ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുക. എന്തായിരുന്നു അവരെ അത്രേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം. ആ ഭരണകാലഘട്ടത്തിൽ ഒരാൾ വന്നിട്ട് വസ്ത്രം തരണമെന്ന് പറഞ്ഞിട്ട്, ഞാൻ തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും കഴിയില്ല. അന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്, ധീരനാണ്, അരോഗതലഗാത്രനാണ്, ശൂരനാണ്, വീരനാണ്. പക്ഷേ ഒരു വിഭാഗത്തെ നരകത്തിലേക്കും ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും നയിക്കുമ്പോൾ ഞാൻ അവിടെ വെച്ച് പറയും, ആ നരകം കേട്ടപ്പോൾ കുപ്പായത്തിൻ്റെ ബട്ടൺ ഊരിയിട്ടത് കൊടുക്കുകയും ചെയ്യുന്നു. പേടിയായിരുന്നു അവർക്ക്. കാരണം ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത റസൂൽ അവരോട് പറയുന്നത്, സ്വർഗം നിങ്ങളുടെ ചെരുപ്പിന്റെ വള്ളി അടുത്ത് നിൽക്കുന്ന പോലെ നിങ്ങളോടൊപ്പമുണ്ട്. നരകവും അങ്ങനെ തന്നെ. നരകം അങ്ങനെയാണ്. ഈ നരകത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ, നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ, ചെറിയ മക്കളോട് ഇത് പറഞ്ഞു കൊടുക്കാൻ, ഈ നരക സ്വർഗങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, ശാസ്ത്രീയമായി അവർക്കത് വിവരിച്ചു കൊടുക്കാൻ, അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്കത് വിശദീകരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മുടെ ലക്ഷ്യം തന്നെ എന്താണ്? സൂറത്ത് തഹ്രീം. ആ തഹ്രീമിൽ പറയുന്നത് എന്താണ്? അവർ നരകത്തിൽ പ്രവേശിക്കാൻ പറഞ്ഞു. അവരോട് പറയപ്പെട്ടു, നിങ്ങൾ രണ്ടുപേരും നരകത്ത് പ്രവേശിച്ചോളൂ. ആരോട്? നൂഹ് നബിയുടെ ഭാര്യയോടും ലൂത്ത് നബിയുടെ ഭാര്യയോടും. നിങ്ങൾ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരോടാ പറയുന്നത്, നിങ്ങൾ നരകത്ത് പ്രവേശിച്ചോളൂ. നേരെ മറിച്ച് ഫഖാല അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞാണ് ഫിറഔൻ. ആ ഫിറൗനിന്റെ ഭാര്യയെ കുറിച്ച് തൊട്ടുതായ സൂറത്ത് തഹ്രീമിലെ 10-11 വാക്യത്തിൽ എന്താ പറയുന്നത്? റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. ഞങ്ങളെ പടച്ചോനെ, എനിക്ക് നിന്റെ സ്വർഗത്തിനടുത്തൊരു ഭവനം തരണേ. അപ്പൊ അവർക്ക് അവിടെ സ്വർഗമുണ്ട്. അസിയാ ബീവിക്ക് സ്വർഗമുണ്ട്. നൂഹ് നബിയുടെ ഭാര്യക്കും ലൂത്ത് നബിയുടെ ഭാര്യക്കും അവിടെ നരകമുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണല്ലോ നരകത്തിന്റെ വൈമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. സൂറത്ത് മറിയമിലാണ് 19-ാമത്തെ വാചകം. ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ടുമില്ല. അങ്ങനെ ഒരു സ്വഹാബി ഭാര്യന്റെ മടി കിടന്ന് കരഞ്ഞത്. നീ എന്തിനാ കരഞ്ഞതെന്ന് ചോദിച്ചു. നിങ്ങൾ കരഞ്ഞേ കണ്ടിട്ടാണ്, ഞാൻ ഈ ആയത്തോർത്ത് കരഞ്ഞതാണ്. ആ നരകത്തിന്റെ വക്കിൽ എല്ലാവരും വരില്ലോ, അവരങ്ങനെയാണ് കരഞ്ഞിരുന്നത്. നരകത്തെ ഓർത്ത്, നരകത്തിന്റെ ശിക്ഷയോർത്ത് ഒരു കരയുകയായി. നമ്മളെ കുട്ടികൾ, ഞാൻ വെറുതെ പറയും, ഖുർആൻ വായിച്ചിട്ട് നരകത്തെ അങ്ങോട്ട് ബോധ്യപ്പെടുക. നമ്മുടെ മക്കൾക്ക് ഫുൾ ടൈം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടുന്നൊരു ജീവിതമാണ്. ജീവിതത്തിന് എന്തെങ്കിലും ഒരു ലക്ഷ്യം. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ഇതര മതസമൂഹം അങ്ങനെ ഇരിക്കല്ലേ, ബസ് സ്റ്റോപ്പിലിരിക്കല്ലേ, ഓവിച്ചാലിരിക്കല്ലേ, ക്ലബിലിരിക്കല്ലേ, എന്തെങ്കിലും ഒരു ലക്ഷ്യം. രാവിലെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നു, കുറച്ച് ചിരിക്കുന്നു, കളിക്കുന്നു, സിനിമക്കൊന്നു, ബുള്ളറ്റ് പോകുന്നു, ബൈക്ക് പോകുന്നു, പെണ്ണ് ആണും കൂടിക്കലരുന്നു. ഇതിൽ കവിഞ്ഞ് ജീവിതത്തിന് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ ഇന്നത്തെ ഭൂരിപക്ഷം വരുന്ന ഒരു തലമുറക്ക്? മുസ്ലിം സമുദായത്തിന്റെ ഒക്കെ അവസ്ഥ എത്ര ഖേദകരമാണ്, എത്ര ഖേദകരമാണ്. ആഘോഷങ്ങളാണ്, കുറേ തിന്നണം. യൗകുലുന കമാ തൂകുൽ അൻആമി വന്നാറു മസ്വൽ ലഹും. സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞ നാക്കാലികളെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവരെ തിന്നുകയും കുടിക്കുകയും ചെയ്യും. അവർക്ക് നരകം കൊണ്ട് താക്കീത്, നരകം കൊണ്ട് സന്തോഷ വാർത്ത എന്നൊക്കെയാണ്. ആ ഇന്ധനം, മനുഷ്യന്റെ ശരീരവും കല്ലും കത്തിക്കപ്പെടുന്ന ആ നരകം, അത് എത്ര ഭയാനകരമാണ് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. സൂര്യൻ 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ. ഒരല്പം ഒന്ന് താന്നാൽ കത്തിച്ചാമ്പലായി പോകും ഭൂമുഖത്തെ സകല വസ്തുക്കളും. കറക്റ്റ് സ്ഥലത്ത് അള്ളാഹു അതിനെ നിർത്തിയിരിക്കുക. സൂര്യനെങ്ങാനും ഒരു അല്പം മേലോട്ട് ഉയർന്നു പോയാൽ തണുത്ത് വെറുങ്ങലിച്ച് ഈ ലോകമില്ലാതാകും. ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ് ഇന്നും ലോസ് ഏഞ്ചലൻസ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും കാട്ടുതീയാണ്. ആ അഗ്നി അല്ലെ, ഈ ലോക ബോക്സിംഗ് റിങ്ങിൽ കളിച്ച് തഴക്കം വന്നിട്ടുള്ള കേഷ്യസ് ക്ലേ, മുഹമ്മദ് അലി ക്ലേ, അതായത് തീപ്പെട്ടി കൈ കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. നരകത്ത് ഓർക്കാൻ ആ തീപ്പെട്ടിക്കൊള്ളി ഒരു കയ്യിൽ വെച്ചിട്ട് അത് സഹിക്കാനാകാത്ത മനുഷ്യന് എങ്ങനെയാണ് നരകം സഹിക്കുക എന്നാണ് അദ്ദേഹം ചോദിച്ചിരുന്നത്. കുടുംബത്തെ മുഴുവനും വിളിച്ചു വരുത്തി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് പറഞ്ഞു സൂറത്ത് ഷൂറായിൽ 214-ാമത്തെ വചനത്തെ പറഞ്ഞു,
അത് പറയുന്നത് എങ്ങനെയാണ്? ഫഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ. ഫഅൻദിർ, താങ്കൾ താക്കീത് നൽകണം. അശീറത്തക്കൽ അഖ്റബീൻ, ഏറ്റവും അടുത്ത കുടുംബങ്ങളോട്. അമ്മായിനെ വിളിച്ചു, കുടുംബത്തെ മുഴുവനും വിളിച്ചു, ഫാത്തിമനെ വിളിച്ചു, എല്ലാരെയും വിളിച്ചു വരുത്തി പറഞ്ഞു, ദാ അമ്മായി, നിങ്ങൾ നരകത്തെ രക്ഷിക്കാൻ എനിക്ക് കഴിയൂലട്ടോ. മോളെ ഫാത്തിമ, നിന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ബാപ്പാക്ക് കഴിയൂലട്ടോ. സ്വന്തം മോളോട് പറയാണ്, മോളെ ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, പക്ഷെ മോളെ നരകത്തിന് രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഈ ഒരു ബോധമാണ് അവരെ സംസ്കരിച്ചതും ശുദ്ധീകരിച്ചത്. അല്ലാത്തസ്റു വാസിറത്തും വിസ്റ ഉഖ്റാ ഫഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. സൂറത്തുൽ നജ്മിലാണ് 53-ാം അധ്യായം 38-ാമത്തെയും 39-ാമത്തെയും വചനം. ഒരാളുടെ പാപഭാരവും ഒരാൾ ഏറ്റെടുക്കില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നരകത്തിന്റെ അടുത്ത് വന്നു. ബാപ്പുണ്ട് അപ്പുറത്ത്, ആസർ കാണും. ഇബ്രാഹിം നബി അദ്ദേഹത്തെ കാണും. അപ്പോൾ അള്ളാഹുവിനോട് സംസാരിക്കുന്നുണ്ട് ഇബ്രാഹിം നബി. അള്ളാഹ്, ഒരു ബാപ്പ നരകത്ത് പോകുന്നതിനേക്കാളും ഒരു മകന്റെ നിന്യത വേറെന്തുണ്ടെന്നാ. ഇബ്രാഹിം നബിയുടെ കാലിനടിയിൽ ഒരു കറുത്ത ജീവി ബ്ലഡ് കിടന്നിട്ട് ഇങ്ങനെ പെടയ്ക്കുന്നതാണ്. ഇമാം ബുഖാരി പറയണം, ഇബ്രാഹിം നബി കാലിട് വലിക്കും, ഇങ്ങനെ കാലിട് പൊന്തിക്കും. അപ്പൊ കാലിലേക്ക് ഇങ്ങനെ നോക്കും, എന്നിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ വാപ്പാനെ കാണൂല. അതുവരെ വാപ്പാൻ അവിടെ കണ്ടിരുന്നു. ഈ കാലിട് പൊന്തിച്ചിട്ട് അവിടേക്ക് നോക്കി പിന്നെ നോക്കുമ്പോൾ വാപ്പല്ല. വാപ്പ നരകത്തിലേക്ക് എറിയപ്പെട്ടു. ബാപ്പ നരകത്തിലേക്ക് എറിയപ്പെട്ടു. ഇബ്രാഹിം നബിയുടെ ഉപ്പയാണ് നരകത്ത് പോകുന്നത്. എത്ര ഭയാനകരമാണല്ലേ. നമ്മൾ അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസ് വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. വിശുദ്ധ ഖുർആൻ അത്ര ഗൗരവമായി സംസാരിക്കുന്നത്. 66-ാം അധ്യായം 6-ാമത്തെ വചനം. ആ വചനത്ത് പറയുന്നത് എന്താണ്? നിങ്ങൾ നിങ്ങളെ നരകത്ത് നിന്ന് കാത്തുകൊള്ളണം. ഒരു കാരക്കച്ചീർ ദാനം ചെയ്തിട്ടെങ്കിലും നരകത്ത് നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ കാത്തുകൊള്ളണം. അല്ലെ, ഇവിടെ എന്താ പറയുന്നത്? നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് പറയാണ്, നിങ്ങളുടെ മക്കളെ വഅല്ലിമൂഹു വഅദ്ദിബൂഹു എന്നൊക്കെ കാണാം അദ്ദേഹത്തിന്റെ വാക്കുകളായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നിങ്ങൾ അവർ മക്കൾക്ക് അദബ് പഠിപ്പിക്കണം, നിങ്ങൾ മക്കളെ ദീന് പഠിപ്പിക്കണം, ദിക്റുകളും ദുആകളും. മക്കളെ എന്നും എപ്പോഴും മക്കൾ നരകമുണ്ട് എന്ന കാര്യം, അവരെ അള്ളാഹുവിന്റെ ശിക്ഷ വരും, അത് നമുക്ക് തടുക്കാനാവില്ല എന്നത് മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. ചെറുപ്പത്തിലെ മക്കളുടെ കൂടെ നിൽക്കണം. നരകത്തെ ഓർത്ത് കരയുന്ന ഉമ്മാനെ മക്കൾ കാണണം. സ്വർഗത്തെ പ്രതീക്ഷിച്ച് സന്തോഷിക്കുന്ന ഉപ്പാനെ കാണണം. അതൊന്നും നമ്മുടെ ഒരു കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നില്ല എന്നത് എത്ര വേദനാജനകമായ കാര്യമാണ്, എത്ര ദുഃഖകരമായ കാര്യമാണ് അല്ലെ. അവിടെയാണ് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. നരകവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, നരകത്തിലെ തീജ്വാലയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് മെഹ്റാബില് മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരമാണ്. അപ്പൊ സ്വർഗം പ്രദർശിപ്പിക്കപ്പെട്ടു. ആ സ്വർഗത്തിലെ മുന്തിരിക്കൊല പ്രദർശിപ്പിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂൽ മുന്നോട്ട് ഗമിച്ചു. പെട്ടെന്ന് തന്നെ നരകം പ്രദർശിപ്പിക്കപ്പെട്ടു. നബിയുടെ മുഖത്ത് നരകത്തിന്റെ ആ തീക്കാറ്റേറ്റു. നബി ഇങ്ങോട്ട് പിറകോട്ട് നിന്നു. ആ ഓരോ സ്റ്റെപ്പും പിറകോട്ട് നിന്നു. അങ്ങനെ ഓരോ സ്റ്റെപ്പും പിറകോട്ട് വന്നിട്ട് ആണുങ്ങളെ സ്റ്റെപ്പ് പെണ്ണുങ്ങളെ സ്റ്റെപ്പിൽ കയറിപ്പോയി. ചിന്തിക്കണം. എന്നാൽ അവർ ചോദിക്കണം, എന്തേ നബി ഉണ്ടായത്? അപ്പോൾ റസൂൽ പറയാണ്, സ്വർഗത്തിൽ നിന്നൊരു മുന്തിരിക്കുല, അതെങ്ങാനും എനിക്ക് കയ്യെത്തി പിടിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഈ ദുനിയാവിലെ നിങ്ങളുടെ പട്ടിണി മാറ്റാൻ അത് മതിയാകുമായിരുന്നു, എന്നേക്കുമായി അത് മതിയാകുമായിരുന്നു. നരകത്തെ റസൂലിന്റെ മുഖത്തേക്കാണ് നരകത്തിന്റെ ചൂട് വരുന്നത്. ആലോചിച്ച് നോക്കിക്കേ, എത്രമേൽ ഭയാനകരമായിരിക്കും അത്. അതുകൊണ്ട് തന്നെ വളരെ വളരെ ഗൗരവമായിട്ടാണ് നമ്മൾ ഈ വിഷയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നരകത്തെ കുറിച്ച് പറയുമ്പോൾ കരയുമായിരുന്നു. ഖബർ കാണുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കരയുമായിരുന്നു. അവരൊക്കെ ജീവിതത്തെ പരലോകവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചു. ഓരോ സംഗതികളും ചിന്തിച്ചു. നടത്തവും ഇരുത്തവും കിടത്തവും എല്ലാം നരകത്തിലെത്തിപ്പെട്ടത്. എവിടെയെങ്കിലും അവർക്ക് പഴച്ചാൽ അവർ ഉടനെ പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങി അവർ പൊട്ടിക്കരഞ്ഞു. ഒരു ജമായത്ത് നഷ്ടപ്പെട്ടാൽ മരിക്കുന്നവരെ കരഞ്ഞു. അങ്ങനെ ജീവിതത്തിൽ അവർ ഖേദിച്ച് റബ്ബിലേക്ക് മടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിന്റെ ഉദാഹരണങ്ങൾ വിവരിച്ചു കൊടുത്തു. നരകത്തിലെ അവസ്ഥാവിശേഷങ്ങൾ. അപ്പം നിങ്ങൾ നോക്ക്, ഖുർആൻ പറയാണ്, നമ്മളിപ്പോൾ ഈ ലോസ് ആഞ്ചലസിലും കാലിഫോർണിയയിലും ഒരു 238 കോടിയുടെ കൊട്ടാരം കത്തിച്ചാമ്പലായി അമരുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നു. പല കെട്ടിടങ്ങളും വലിയ വലിയ ഹോളിവുഡ് താരങ്ങളുടെയൊക്കെ കൊട്ടാര സമാനമായ വീടുകൾ ശരിക്കും ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ മാലാഖമാർ എന്നാണ്. അതായത് ഭൂമിയിലെ സ്വർഗം എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. ആ സ്വർഗത്തെ കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു.
ഇന്നും അതവിടെ തുടരുകയാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആ കൊട്ടാരം കത്തി അമരുമ്പോൾ അതിൻ്റെ തീപ്പൊരി പാറുമ്പോൾ ഈ ഖുർആനിലെ 2 ആയത്തുകൾ ഓർമ്മ വന്നു. ഇന്നഹാ ചെറുമീ ബിശറിൻ കൽകസർ കാന്നഹു ജിമാലത്തും സുഫർ. 2 കാര്യങ്ങൾ. ആ നരകത്തിലെ തീപ്പൊരി കൊട്ടാര സമാനമായ തീപ്പൊരിയാണ്. മഞ്ഞ ഒട്ടകക്കൂട്ടങ്ങൾ ചിന്ന ഭിന്നമാകുന്ന പോലെ ഭയാനകരമായ തീപ്പൊരി. ആ തീപ്പൊരിയെ കുറിച്ച് അല്ല മറ്റൊരിടത്ത് പറയുന്നത് കല്ലാ ഇന്നഹാ ലല്ലാഹ്. ഈ സൂറത്ത് മആരിജ് ഒന്ന് വായിക്കണം കേട്ടോ. 70-ാമത്തെ അധ്യായമാണ് സൂറത്ത് മആരിജ്. എൻ്റെ തുടക്കത്തിൽ അല്ല ഇങ്ങനെ പറയുന്നുണ്ട്, വലാ യസ്അലു ഹമീമുൻ ഹമീമ. ഒരു ഉറ്റ ബന്ധുവിനോടൊന്നും ചോദിക്കാത്ത പരലോകം. വല്ലാത്തൊരു വിവരണം. എന്താ പറയുന്നത്? അതൊരു വല്ലാത്ത വലാ യസ്അലു ഹമീമുൻ ഹമീമ. അടുത്ത വാചകം എന്താ അറിയോ? യബസ്റൂനഹും യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ നദാബി യൗമീദിൻ ബിബനിഹി വസഹിബതിഹി വഅഖിഹി വഫസീലിഹി. അവിടെ തുടർന്ന് 17 വരെയുള്ള വാചകങ്ങളാണ്. അവിടെ ആദ്യം പറയുന്നത് എന്താണെന്ന് അറിയോ? ആദ്യം പറയുന്നത് ഈ അക്രമകാരികളായ ആളുകൾ കുടുംബത്തിനൊക്കെ കാണും, എല്ലാവരും ഉണ്ടാവും. അതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ മസ്റയിൽ അമേരിക്കക്കാരൻ്റെ കൂടെ നമ്മളെ നിർത്തൂല ഉണ്ടാവും. ഈ കൊല്ലത്തെ മഹലിൽ ജീവിച്ച് ഇവിടെയൊക്കെ മരിച്ചവരൊക്കെ അള്ളാഹു കൊല്ലം സോണിലാണ് ഒരുമിച്ച് കൂട്ടുക. നമ്മൾ മുജാഹിദ് സമ്മേളനത്തിന് പോയ ഞങ്ങൾ എടത്തനാട്ടുകര സോൺ, കോഴിക്കോട് നോർത്ത് സോൺ എന്നൊക്കെ കാണുന്നില്ലേ, അതുപോലെ കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് എന്നുണ്ടാവും മസ്റയിൽ. ഹദീസാ, ഞാൻ വെറുതെ പറയല്ല. ഓരോരുത്തരെയും അവരുടെ ഇമാമുമായിട്ടാണ് അവരവിടെ കൊണ്ടുപോയി നിലനിർത്തുക. ആ മഹലിലെ കാളിയാരെ കൂടെ ഉണ്ടാകുക. ബാപ്പാനെ ഇമ്മാനെ എല്ലാവരെയും കാണാം. അല്ലാണ്ട് ബാപ്പ ഹജ്ജിന് പോയ മാതിരി ബാപ്പ അപ്പുറത്തും തീരെ കാണാത്ത 3 ദിവസം അങ്ങനെ ഉണ്ടാവില്ല. കാണും. ആ ശിക്ഷാ ദിവസം പരസ്പരം കാണിക്കപ്പെടും. എന്നിട്ട് എന്താ പറയണ അറിയോ? പടച്ചോനെ, ഈ നരകങ്ങട്ട് കണ്ടിട്ട് ഇതിട്ട് ബോധ്യപ്പെടുകയാണ്. ശരിക്കും നിങ്ങൾ അമേരിക്കയിലെ 50 സ്റ്റേറ്റുകളിൽ 2 സ്റ്റേറ്റ് അപ്പോൾ കത്തിയാമർന്ന്. അമേരിക്ക ഇന്ത്യയുടെ 3 ഇരട്ടി വലുപ്പമുള്ള ഒരു രാജ്യമാണ്. നമ്മൾ വിചാരിക്കണ പോലെ അമേരിക്ക കത്തിയാമർന്നു, നുണയാണ്. അമേരിക്ക ഒന്നും കത്തിയാമർന്നിട്ടില്ല. 2 സ്റ്റേറ്റ് നമുക്ക് സൂക്ഷിച്ച് പറയാലോ. അമേരിക്ക ആകെ തകർന്ന് അങ്ങനെയൊന്നുമില്ല, നുണയാണ്. അമേരിക്കൻ്റെ 2 സ്റ്റേറ്റ്. ആ സ്റ്റേറ്റ് അമേരിക്കയിലെ ഏറ്റവും ടോപ്പ് സ്റ്റേറ്റാണ്. അതിനേക്കാൾ മെച്ചപ്പെട്ട സ്റ്റേറ്റ് അമേരിക്കയിൽ വേറല്ല. അതാണ് ഇതിൻ്റെ സത്യം, അതാണ് സൂക്ഷ്മത. അവിടെ കത്തിഞ്ഞെരിയുമ്പോഴും ആളുകൾ എന്തോ ഓട്ടാണ്, നെട്ടോട്ട് ഓടുകയാണ്. അല്ല ചോദിക്കണ്ട, ഐനൽ മഫർ, എങ്ങോട്ടാ ഓടുന്നത്? ഐനൽ മഫർ, എങ്ങോട്ടാണ്? സാധാരണഗതിയിൽ ഒരു ഭൂകമ്പമുണ്ടായ വേറൊരു സ്ഥലത്തേക്ക് ഭൂമി മൊത്തം കുലുങ്ങിയാലോ, പർവ്വതങ്ങൾ വെണ്ടുകീറിയാൽ, പർവ്വതങ്ങൾ കടഞ്ഞിട്ട ആട്ടിൻഡോ മങ്ങളെ പോലായാലോ, അൽ ഖാരിയ മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ്. അവിടെ പറയുന്നത് എന്താണ്? വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. നെഞ്ചകം പടർന്നു പിടിക്കുന്ന തീജ്വാല. അങ്ങനെ പറഞ്ഞേ, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറിച്ചെന്ന് അവിടെ കത്തിച്ച് ചാമ്പലാക്കുന്ന തീ. അത് വരാനിരിക്കുന്നു. വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ. ഹുതമ എന്നാൽ എന്താ നിനക്കറിയോ? അത് അപാരമായ ആടിക്കത്തുന്ന തീജ്വാലയാണ്, അനിയന്ത്രിതമാണ്. ഒന്നിനും അതിനെ അണയ്ക്കാൻ കഴിയില്ല. ചെറിയ അധ്യായമാണ്. അവിടെ കള്ള തീർത്ത് പറയണം അല്ലേ? സൂര്യനും ചന്ദ്രനും ആലോചിച്ചാൽ തന്നെ, ആ സൂര്യന്റെ വലുപ്പം ആലോചിച്ചാൽ തന്നെ നരകത്തിന്റെ വലുപ്പത്രയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിന്റെ ആഴം പറഞ്ഞ് നമ്മൾ മുമ്പൊക്കെ കേട്ടിട്ടുണ്ട്. 70 വർഷം മുമ്പ് പുറപ്പെട്ട കല്ല് 70 വർഷത്തിന് ശേഷം താഴെ എത്തി. ആ നരകത്തിൽ മക്കൾ എത്തരുത്, ആ നരകത്തിൽ ഭാര്യ എത്തരുത്, ആ നരകത്തിൽ നമ്മുടെ പെൺകുട്ടികൾ ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ജീൻസ് ഇടുമ്പോൾ ഇതാരാ വാങ്ങിക്കൊടുത്ത്? ഈ ഡ്രസ്സ് ആരാ വാങ്ങിക്കൊടുത്ത്? ഓള് വാങ്ങിയതാ? അല്ല, നിങ്ങൾ ശോഭിക പോയി വാങ്ങിക്കൊടുത്ത, നമ്മൾ വാങ്ങിക്കൊടുത്ത, രക്ഷിതാക്കൾ വാങ്ങിക്കൊടുത്ത. ഷാട്ടും പിടിച്ചിട കൊടുക്കരുത്. ഇജ്ജ് ഇടണ്ടാറ്, ഇജ്ജ് പറയാ കൊടുത്തു, ഇജ്ജ് പഠിക്കണ്ട. ഒന്ന് പറഞ്ഞു നോക്കി. പിതാക്കളുടെ തൻ്റെ ഇടങ്ങിയുള്ള കാലത്തൊന്ന് കാണിച്ചു നോക്ക്. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്ക്. പെൺകുട്ടികളുടെ വേഷവിധാനം ഒന്ന് ആലോചിച്ച് നോക്ക്. എത്രമാത്രം മോശമായ ഡ്രസ്സുകളാണ് ധരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ? നരകത്തെക്കുറിച്ച് യാതൊരു ചിന്തയില്ലായിട്ടാണ്. ഈ ശരീരം നരകത്തിൽ കത്തിയെരിയുന്നതിനെ കുറിച്ച് ഭയപ്പാടില്ലാത്തവരെങ്ങനെ? ഹറാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ആകാശത്തേക്ക് കൈ ഉയർത്തുന്ന ചില ആളുകളുണ്ട്. യാ റബ്ബ് യാ റബ്ബ്
എന്ന് പറഞ്ഞവർ റബ്ബിനോട് അള്ളാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണ്, എടാ ചങ്ങാതി, അവന്റെ വസ്ത്രം ഹറാമാണ്, അവന്റെ പാർപ്പിടം ഹറാമാണ്, അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്, അവന് ഹറാമിൽ ഊട്ടപ്പെട്ടതാണ്, അവന്റെ ശരീരത്തിലെ മാംസം പോലും രൂപപ്പെട്ടത് ഹറാമിൽ നിന്നാണ്. പിന്നെ അവൻ എങ്ങനെ ഉത്തരം കിട്ടുക? അല്ല പറയണേ, അവര് ബുത്തൂനിഹിം ഇല്ലന്നാർ, നരകത്തിന്റെ തീയാണ് വയറ്റിൽ നിറയ്ക്കുന്നത്. പലിശയുമായും ഹറാമുമായും ഒരാൾക്ക് തൃപ്തിയില്ലാത്ത സമ്പത്തുമായും ഒക്കെ പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞ പ്രയോഗമാണത്. ഈ ജൂതന്മാരുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് സൂറത്ത് ബഖറയുടെ ഒരു 80 മുതൽ ഇങ്ങനെ നമ്മളൊരു 113, 14 വരെ ജൂതന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യണം അള്ളാഹുവിടെ സൂറത്ത് ബഖറയിൽ. അതിലവര് പറയുന്നൊരു വാദമുണ്ട്, ഞങ്ങൾ അള്ളാന്റെ ആളുകളാണ്, ഞങ്ങള് അള്ളാന്റെ ആളുകളാണ്, അള്ളാന്റെ ഔലിയാക്കളാണ്. അത് സൂറത്ത് ജുമയെ നോക്കിയാൽ നമുക്ക് കാണാം. അവരെ പറയും ഞങ്ങൾ അള്ളാന്റെ. അപ്പൊ നിങ്ങൾ നരകത്തിൽ അപ്പൊ അവര് പറയുന്ന കാര്യം എന്താ പറയുക? ഇല്ല, അയ്യാമമായതൂത, എണ്ണപ്പെട്ട ദിനം. ഇനി അഥവാ നരകത്ത് പോകുകയാണെങ്കിൽ തന്നെ എണ്ണപ്പെട്ട ദിനം. ഇവിടെ വാദം എങ്ങനെയായിരുന്നു? നരകത്തെക്കുറിച്ച് ഓർത്ത് കരയാത്ത, നരകത്തെക്കുറിച്ച് ആയത്തുകൾ ഓതുമ്പോൾ വിതുമ്പാത്ത ആരുണ്ടായിരുന്നത്? റസൂലിന്റെ കണ്ണുകൾ കണ്ണുനീരൊഴുകാത്ത ഏത് സന്ദർഭം ഉണ്ടായിരുന്നു? സഹാബത്ത് കരയാത്ത ഏത് സന്ദർഭം ഉണ്ടായിരുന്നു? സഹാബ വനിതകൾ വിങ്ങിപ്പൊട്ടാത്ത ഏത് സന്ദർഭം ഉണ്ടായിരുന്നു? നാളെ മക്കളും നരകത്തിലാണെന്നറിയുമ്പോൾ ഉണ്ടാകണ ബേജാർ എന്താ? നൂഹ് നബി അലൈഹി ഇസ്ലാം, ലൂത്ത് നബി അലൈഹി ഇസ്ലാം ഒക്കെ പരലോകത്ത് വരും, നമ്മളും പരലോകത്ത് വരും. ആ വരുന്ന വരവിൽ രക്ഷപ്പെടണോ? അതുകൊണ്ടാണ് ഖുർആൻ, നിങ്ങൾ നോക്ക്, സത്യത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് മുൽക്ക് രാത്രി നമ്മൾ ഓതി 30 ആയത്താണ് സൂറത്ത് മുൽക്കിലുള്ളത്. സൂറത്ത് മുൽക്ക് ഓതിയാൽ അതിന്റെ കൂലി ഒരുപാട് ഹദീസുകൾ, അത് നമുക്ക് ഇന്നെന്ന സൂറത്തുകൾ ഓതിയാലുള്ള കൂലിയൊക്കെ പറയുന്ന വേറൊരു ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് പറയാം. ഈ സൂറത്ത് മുൽക്ക് നമ്മൾ ഓതുമ്പോൾ അതിലെ ഏറ്റവും രസകരമായ സംഗതികളിൽ ഒന്നെന്താണ്? നരകത്തിന്റെ അല്ല പറയാണ്, ആ ഉഗ്ര കോപം കൊണ്ട് നരകങ്ങനെ പൊട്ടിപ്പിളരുമാറായി ശരിക്കും നരകത്തെ വലിച്ചുകൊണ്ടിരുന്ന രംഗമൊക്കെ വിവരിക്കുന്നുണ്ട്. 19 മലക്കുകളുടെ മേൽനോട്ടത്തിൽ നരകത്തെ ചങ്ങലക്കിട്ട് വലിച്ചു. നമ്മുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ അപ്പുറത്തുള്ളൊരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. ആ നരകം ഹർ ഹർ എന്നുള്ള ആ നരകത്തിന്റെ, നമ്മൾ പണ്ടൊക്കെ നിങ്ങൾക്കറിയാം, ഈ കോഴിക്കോട് കടപ്പുറത്ത് തിരമാല അടിച്ചാൽ ഞങ്ങൾക്ക് ബാലുശ്ശേരി അത് കിട്ടുമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. അത്രയും ദൂരെ തിരയുടെ ശബ്ദം. ഇന്ന് അന്തരീക്ഷം ശബ്ദമുഖരിതമായ നരകത്തിന്റെ പ്രകമ്പനം. എന്നിട്ട് ആ നരകത്തിന്റെ കാവൽക്കാരി ചോദിക്കുകയാണ്, എന്ത്? അലം യഅ്തികും നദീർ, അല്ല നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആളുകൾ വന്നിട്ടില്ലായിരുന്നോ? ഞാൻ വിചാരിക്കും, എത്ര ക്ലാസ്സുകളുണ്ട് നമ്മുടെ, എത്ര ക്ലാസ്സുകളുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ ആലോചിച്ചാണ്, നമ്മുടെ ഏത് സദസ്സും നേർവഴി, നമ്മുടെ പീസ് റേഡിയോയിലെ ക്ലാസ്സുകൾ, നമ്മുടെ പ്രോഫ് കോണ്, നരകം സ്വർഗം, ഇതൊക്കെ നമ്മൾ വിവരിക്കാൻ എല്ലാം, നമ്മുടെ അങ്ങാടി പ്രസംഗങ്ങൾ, നമ്മുടെ ഫാമിലി കോൺഫറൻസുകൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനം നരകത്തിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കാൻ പറഞ്ഞിട്ടൊരു സെഷൻ തന്നെ നമ്മളതിൽ നടത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഒരു നാവുന്നൊരു നരകത്തെക്കുറിച്ചുള്ള ആയത്ത്, ഒരാകുള്ളത് ജിന്നിനെ കുറിച്ചുള്ളൊരു പരാമർശം. എവിടെ നോക്കിയാലും മുഖാമുഖം ജിന്നിനെ കുറിച്ച്, നടക്കുന്നത് ജിന്നിനെ കുറിച്ച്, കിടക്കുന്നത് ജിന്നിനെ കുറിച്ച്, ഓർക്കുന്നത് ജിന്നിനെ കുറിച്ച്, പറയുന്നത് ജിന്നിനെ കുറിച്ച്. ലോകത്ത് ജിന്ന് എന്ന പദം ലോകത്ത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച 2 വിഭാഗമാണ്, കേരള നേതൃത്വത്തിൽ മുജാഹിദും മാർക്സിസ്റ്റ് ഒക്കെ. ജിന്നുകൾക്ക് ഇത്ര പുളകുണ്ടാകുന്ന ഒരു കാര്യം വേറുണ്ടോ? ജിന്നുകൾക്ക് ഇത്ര ഓരെ പറ്റി പറയാൻ ആളുകൾ നിരന്ന് നടക്കില്ലേ? മീറ്റിംഗ് കൂടി തീരുമാനം, നമുക്ക് മരിക്കുന്നവരെ ജിന്നിനെ പറ്റി പറഞ്ഞാൽ മതി. ഇതിനേക്കാൾ വലിയ പിശാചിന് ശരിക്കും കേരള നേതൃത്വം വെച്ചാൽ വിധേയായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ജിന്ന് നിരന്തരമായി ചർച്ചയായി എന്നുള്ളത്. ഇബ്ലീസിന്റെ കണി എന്ന് പറഞ്ഞാൽ ഭയങ്കര കണിയാണ്, ചെറിയ കണിയല്ല. മറ്റേ ചങ്ങായി പോയി വീണുണ്ടല്ലേ, അതൊക്കെ ഇതിന്റെ കണിയാണ്. ആ കണിയിൽ വീണതാണ്. ഫുൾ ടൈം ഇതുമൽ കൂടി വേറെ എന്തെങ്കിലും ഒന്നും ഒരുത്തം പഠിക്കാൻ പറ്റുന്നുണ്ട് ആർക്കെങ്കിലും? നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഞാൻ പശ്ചാത്തലം പറയാൻ നിങ്ങൾ വിചാരിക്കണ്ടോ? നിങ്ങൾ എവിടെ കേൾക്കുന്നുണ്ടോ? അനസിന്റെ നാവിലൂടെ, ഹനീഫന്റെ നാവിലൂടെ വിശുദ്ധ ഖുർആനിലെ വേറെ ഏതെങ്കിലും ഒരു 10 ആയത്ത് ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തല്ലാത്ത കഴിഞ്ഞ 10-12 കൊല്ലായിട്ട് ഇതുമ കൂടിയത് പടച്ചം തെറ്റിച്ചാൽ വല്യ മാത്രമല്ല എന്നാണ് തിരിഞ്ഞെടുത്തേക്ക് തിരിച്ചു വിട്ടു. അതുകൊണ്ടാണ് അള്ളാന്റെ ചോദ്യമാണ്, അല്ല അലം യഅ്തികും നദീർ, താക്കീതുകാർ വന്നിട്ടില്ല നിങ്ങൾക്ക്? അതിന് മനുഷ്യന്റെ ഒരു മറുപടി ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ, ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. ഞങ്ങൾക്ക് താക്കീതുകാർ, അവിടെയൊക്കെ താക്കീത് എന്നുള്ള പദത്തെയാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നത്. നോക്കൂ, അതേ ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു. പിന്നെ എന്തേ സംഭവിച്ചത്? ഫകസ്സബനാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നാഖിൽ
മാ കുന്നാ ഫി അസ്ഹാബിസ് സഗീർ. ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? താക്കീതുകാരൊക്കെ വന്നിരുന്നു, ഞങ്ങളതിനെ കളവാക്കി, അള്ളതൊന്നും അവതരിപ്പിച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞു. പച്ചയായ നിഷേധം ഞങ്ങൾ കൊണ്ടുവന്നു, ജീവിതത്തിൽ നിഷേധം ഞങ്ങൾ മുഖമുദ്രയാക്കി. അടുത്ത വാചകം എന്താ? ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ചിന്തിക്കാത്തതിൻ്റെ പേരിൽ നരകത്ത് പോകുമെന്ന് പറഞ്ഞ ഗ്രന്ഥ ഖുർആൻ. ചിന്തല്ലാത്തതിൻ്റെ പേരിൽ നരകത്ത് പോകും. എത്ര ഭീകരമാണ്! നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല 7-ാം അധ്യായം സൂറത്ത് ആറാഫിലെ 179 പറയും, വലഖദ് ദറഹ്നാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി. ജിന്ന് വർഗത്തിലും ഇൻസ് വർഗത്തിലും പെട്ട ഭൂരിപക്ഷത്തെ നരകത്തെ കൊണ്ട് നിറയ്ക്കും എന്നാ പറയും. കാരണം എന്താ? ചിന്തിക്കാനുള്ള ബുദ്ധി നൽകിയിട്ട് ചിന്തിച്ചില്ല. ഇന്ന ശർറദ് ദവാബി ഇൻദല്ലാഹ്. സൂറത്ത് 8-ാം അധ്യായം അൻഫാലിലെ 22-ാമത്തെ വചനം. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പ് കണ്ണും കാതും കൽബും ഒക്കെ നൽകിയിട്ട് അത് ഉപയോഗിക്കാത്തവർ. കണ്ണും കാതും കൽബും ഉപയോഗിക്കാത്തവർ പടച്ചവന് ഏറ്റവും വെറുപ്പ്. അപ്പം നമ്മൾ ശരിക്ക് ചിന്തിക്കണം. മരണാനന്തര ജീവിതമല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന് എന്താ അർത്ഥം? എന്താ അർത്ഥം അല്ലേ? കാമുകനെ കൂട്ടിക്കൊണ്ടുവന്ന് കഷായത്തിൽ വിഷം ചേർത്ത്. ഇപ്പോൾ കുറ്റകൃത്യത്തിൽ ഏറ്റവും ഭയങ്കര കുറ്റകൃത്യം ചെയ്യുന്ന പെണ്ണുങ്ങളാണ്. വടഞ്ചേരിയിലെ ജോളിയോ ഒക്കെ ജോലിയായിരുന്നു കൊല്ലല്. അവൾ ഭയങ്കര ജോലിക്കാരിയായിരുന്നു. പെണ്ണുങ്ങളെ എല്ലാ തിന്മക്കും ഏറ്റവും കൂടുതൽ മുന്നിൽ. ഒട്ടുമിക്ക തിന്മയിലും പെണ്ണുങ്ങൾ മുന്തി നിൽക്കുന്നു എന്നാണ് ചരിത്രം. കാരണം ആ കൊലത്തിൽ ഈ സമൂഹത്തെ മാറ്റിയെടുത്തു. എല്ലാറ്റിനും പെണ്ണിനെ മുന്നിലിറക്കി. ഇജാണും അതിൻ്റെ അപ്പുറമാണ് ഇജി എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അതിലൊക്കെ അവർ ഇൻവോൾവായി. മനുഷ്യന് തിന്മ ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും വലിയ പ്രേരണ എന്താണ്? ഈ നരകത്തെക്കുറിച്ചുള്ള താക്കീതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഓരോ പാപകർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഇപ്പം നിങ്ങൾ നോക്ക്, മായിസ് റളിയല്ലാഹു അൻഹു അല്ലാത്തൊരു ചരിത്രമല്ലേ അദ്ദേഹത്തിൻ്റെത്. നബിയുടെ കുറേ ദിവസം നബിയുടെ മുമ്പിൽ വന്നില്ല ആ സ്വഹാബി. മായിസ് റളിയല്ലാഹു കുറേ ദിവസം അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നില്ല, മാറിപ്പോയി. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കണ്ണുകളൊക്കെ കുഴിഞ്ഞ് കവിളൊക്കെ ഒട്ടി ശരീരത്തിൽ രക്തമൊക്കെ വാർന്ന് അങ്ങേയറ്റത്തെ ക്ഷീണിതനായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വരികയാണ് മായിസ് റളിയല്ലാഹു. തൊഹിർനി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മായിസിനെ നോക്കിയിട്ട് നബിക്ക് അങ്ങോട്ട് ബോധ്യമായില്ല. അത്രയും ക്ഷീണിതനായിട്ടാണ് വരുന്നത്. എന്താ പ്രശ്നം? അദ്ദേഹം മെലിഞ്ഞു പോകാൻ, കണ്ണുകൾ ഉള്ളോട്ട് തള്ളിപ്പോകാൻ, അദ്ദേഹത്തിന്റെ കവിള് ഒട്ടിപ്പോകാൻ എന്താ കാരണം? അദ്ദേഹം ഒരു വ്യഭിചാരം ചെയ്തു. നരകത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹത്തെ അസ്വസ്ഥമാക്കിക്കൊണ്ട്. സിന എന്നത് വളരെ വിപുലമായ ഒരു കാര്യമായി, അല്ലെങ്കിൽ വളരെ നല്ല കാര്യമായി ഇബ്ലീസ് അദ്ദേഹത്തിന് തോന്നിച്ചു. ഒരു സ്ത്രീയുമായി അദ്ദേഹം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. നബിയുടെ മുമ്പിൽ വരുന്നിട്ട് പറയുന്നുണ്ട്, നബിയെ എന്നെ ശുദ്ധീകരിക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബി സ്വഹാബത്തിനോട് മായിസ് കള്ളു കുടിച്ചിട്ടുണ്ടോ? സ്വബോധത്തോടു കൂടിയാണോ ഈ പറയുന്നത് എന്നിട്ട് നോക്കാൻ. വായൊക്കെ മണത്ത് നോക്കി, ഇല്ല നബിയെ കള്ളൊന്നും കുടിച്ചിട്ടില്ല. പിന്നെ അള്ളാഹിൻ്റെ റസൂൽ ചോദിക്കുക, മായിസെ നിസ്കരിച്ചിട്ടില്ലേ നമ്മളെ കൂടെ? അങ്ങനെ നിസ്കരിച്ചാൽ യഥാർത്ഥ നിസ്കാരം നിസ്കരിച്ച് ഇതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. കാരണം ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകറാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. എന്നിട്ട് പലതവണ അദ്ദേഹം നബിയുടെ അടുത്ത് വന്നപ്പോൾ ഒക്കെ വലത്തോട്ട് ഇടത്തോട്ട് നബി മുഖം തിരിക്കുന്നുണ്ട്. അവസാനം മായിസ് റളിയല്ലാഹു പറയുന്ന വാചകം എന്താ അറിയോ? അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങ് മെഹ്റാജിൻ്റെ രാത്രിയിൽ വ്യഭിചാരികൾക്കുള്ള ശിക്ഷ വിവരിച്ചില്ലേ? അതിൻ്റെ മനസ്സ് കിടന്ന് തിളയ്ക്കുന്നു. നരകത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക ദ്വാരത്തിനുള്ളിലൂടെ കടന്നിട്ട് അതിലിങ്ങനെ തിരിഞ്ഞ് മറഞ്ഞ് തലകയായി മറഞ്ഞ് ആ ഒരവസ്ഥ അഗ്നിജ്വാലകളുടെ കൂടെ ഇങ്ങനെ മിന്നി മറയുന്നത്, അതിൽ കിടന്ന് കറങ്ങി കരിയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല നബിയെ, എന്നെ അങ്ങ് ശുദ്ധീകരിക്കണം. അത് വല്ലാത്തൊരു ചരിത്രമാണ്. അരവരെ മണ്ണിൽ കുഴിച്ചിട്ട് എറിഞ്ഞു കൊല്ലുകയാണ് മായിസ് റളിയല്ലാഹു. അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ചില ആളുകളുടെ മുഖത്തായിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പോലുള്ള ആളുകൾ ചെറിയ വെറുപ്പിൻ്റെ നീരസം കാണിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, ഇല്ല, മദീനയിലെ നിങ്ങളൊക്കെ 70 വിഭാഗമായി തിരിച്ച് നിങ്ങളുടെ തൗബുണ്ടല്ലോ, ആ തൗബൻ്റെ ഒക്കെ എത്രയോ മേലെ വരുന്ന തൗബയാണ് മായിസ് റളിയല്ലാഹു. നബി ചോദിച്ചില്ല മറുഭാഗത്ത് ഏതാ പെണ്ണ് എന്ന്. ആ പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വരുന്നുണ്ട്. ആ പെണ്ണ് വരുമ്പോൾ മായിസുമായി ആ അവിഹിത ബന്ധത്തിലേർപ്പെട്ട സ്ത്രീ ഞാനാണ് നബിയെ എന്ന് പറയുന്നത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗർഭിണിയായതുകൊണ്ട് മടക്കി അയച്ചു. കുട്ടിയെ പ്രസവിച്ചിട്ട് വരാൻ പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, 10 മാസം ചെയ്ത തെറ്റിനെക്കുറിച്ച് ഓർത്ത് കരയുകയായിരുന്നു. ആ കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ, കൈക്കുഞ്ഞിനെ, ചോരക്കുഞ്ഞിനെയുമായി ഈ സഹോദരി വീണ്ടും വരികയാണ് 10 മാസങ്ങൾക്കപ്പുറം. മങ്ങാത്ത തിന്മയെക്കുറിച്ച് മങ്ങാത്ത മനസ്സുമായി
നമുക്കൊരു തിന്മ ചെയ്ത ഒരു മണിക്കൂറുകൊണ്ട് നമ്മൾ മറന്നു, ആ മനസ്സായിട്ട് വരികയാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ആയില്ലല്ലോ, കുട്ടിക്ക് മുല കൊടുക്കേണ്ട പ്രായം 2 വർഷമാണല്ലോ, അതൊരു മാതാവിൻ്റെ കടമയാണല്ലോ, കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ പറഞ്ഞു. 2 കൊല്ലം മുലപ്പാലൊക്കെ കൊടുത്ത് ഒരു റൊട്ടി കഷ്ണം കുട്ടിയുടെ വായിൽ വെച്ചുകൊണ്ടാണ് ഈ സഹോദരി വരുന്നത്. എന്താ, ഈ കുട്ടി ഭക്ഷണം കഴിക്കാനായി എന്ന് നബീനെ തെളിയിക്കണം, എന്നിട്ട് എറിഞ്ഞു കൊല്ലുന്ന ശിക്ഷ ഏറ്റുവാങ്ങി നരകത്ത് നിന്ന് രക്ഷപ്പെടണം. ദുനിയാവിൽ മാനം കെട്ടാലും ഇവിടുന്ന് കല്ലെറിഞ്ഞു കൊന്നാലും നബിയേ നരകം അതെനിക്ക് സഹിക്കാനാവില്ല നബിയേ. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ, മസലീബ മസലുക്കും തമസലു റജുലിൻ ഔഖദനാറ. എൻ്റെ ഉദാഹരണം ഒരു നരകത്തെ ഒരു തീ കത്തിച്ച ഒരുത്തൻ്റെ ഉദാഹരണം പോലെയാണ്. ആ തീയിലേക്ക് വണ്ടുകളും പാറ്റകളും പറന്നു വരുമ്പോൾ അത് തടുക്കുന്ന പോലെ നരകത്തിൽ നിങ്ങളെ ഞാൻ തടുത്തു. ആ നരകത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടുത്താൻ വന്ന ആളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു സ്ഥലത്ത് യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലുന യാ ലൈതനാ അതാന അല്ലാഹ് വഅതാന റസൂല. നോക്കൂ നിങ്ങൾ, സൂറത്ത് അഹ്സാബിലാണ് 33-ാം അധ്യായം 66, 67, 68 വചനം. നരകത്തിൽ മുഖം കുത്തി വീഴും. ആര്? അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കാത്തവർ നരകത്തിൽ മുഖം കുത്തി വീഴും. എന്നാൽ അവർ പറയും, എന്തൊരു നാശമാണ്, അള്ളാഹുവിനെ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. സൂറത്ത് ഫുർഖാനിലെ 27 പറയുന്നതോ, അക്രമികളായ ആളുകളെ കൈകടിക്കുന്ന ദിവസം യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല യാ വൈലതാ ലൈതനി ലം അത്തഖദു ഫുലാനൻ ഖലീലാ. പടച്ചോനെ, അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വൃത്തികെട്ട കൂട്ടുകെട്ടായിരുന്നു ഞങ്ങൾക്ക്, വൃത്തികെട്ട കൂട്ടുകെട്ടായിരുന്നു ഞങ്ങൾക്ക്, ഞങ്ങളുടെ കൂട്ടുകെട്ട് ശരിയായിരുന്നില്ല. സൂറത്ത് ഫുർഖാനിൽ 27 മുതൽ ലഖദ് അദല്ലനി അനിദ്ദിക്ർ. എന്നിട്ട് പിന്നെ പറയുന്നതറിയോ, ഞങ്ങൾക്ക് ഉത്ബോധനം വന്നു കിട്ടിയതിന് ശേഷം, താക്കീത് വന്നു കിട്ടിയതിന് ശേഷം ഞങ്ങൾ പിശാചിന്റെ കൂട്ടാളികളായി തീർന്നു. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എൻ്റെ ഉമ്മത്ത് ഖുർആനിനെ തള്ളിക്കളഞ്ഞു, ഖുർആനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് നിരന്തരമായ ഖുർആനിന്റെ പഠനം അവിടെ പറയും. എന്നിട്ട് അടുത്ത സൂറത്ത് അഹ്സാബ് പറയുന്നതറിയോ, സാദാത്യങ്ങളെയും കുബറായിങ്ങളെയും പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും തൊണ്ട തൊടാതെ മിണുങ്ങി, അതുകൊണ്ട് നരകത്ത് പോയി. എന്നിട്ട് പിന്നെന്താ പറയുന്നത്, ഈ ഉസ്താദുമാരും മൊല്ലമാരും ഞങ്ങളെ പറ്റിച്ചു. അല്ല റബ്ബന ആത്തി ളൈഫൈന മിനൽ അദാബ്, ഒരു ഇരട്ടി ശിക്ഷ കൊടുക്കണേ, ഒരു ഇരട്ടി ശിക്ഷ കൊടുക്കണേ. നേരത്തെ പറഞ്ഞ സൂറത്ത് മആരിജിൽ നിങ്ങൾ നോക്ക്, എൻ്റെ അപ്പനെ നരകത്തിലിട്ടോ, എൻ്റെ അമ്മനെ നരകത്തിലിട്ടോ, എൻ്റെ പൊന്നു മക്കളെ നീ നരകത്തിലിട്ടോ, ഈ ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരെയും നീ നരകത്തിലിട്ടോ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിത്താന്ന് മനുഷ്യരോടൊന്ന് വിലപിക്കും. ശരിക്കും ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ പൂക്കിപ്പറമ്പിൽ ഒരു ബസ് അപകടം ഉണ്ടായിരുന്നല്ലോ അല്ലേ, ഓർമ്മയുണ്ടല്ലോ എനിക്കും അത്. അതിലൊരു മുജാഹിദ് പ്രവർത്തകൻ ഈ ബസ്സിൻ്റെ ടാങ്കിനെടുത്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കുട്ടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹം പിടിച്ച് പുറത്തോട്ട് ഉന്തി രക്ഷപ്പെടുത്തി. ആ കുഞ്ഞിനെ അവളുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം അവിടെ നിന്ന് കത്തിക്കരിഞ്ഞു മരിച്ചു പോവുകയും ചെയ്തു. ഈ അവസ്ഥ ഒന്ന് മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരി. ഈ അവസ്ഥ മനസ്സ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ സൂറത്ത് മആരിജ് ഒന്ന് ചിന്തിക്കുക. അവിടെ നിന്ന് ഇതേ മനുഷ്യൻ അള്ളാഹിനോട് പറയുന്നതായിരിക്കും എന്നറിയോ, എൻ്റെ ഭാര്യനെ എൻ്റെ കുഞ്ഞിനെ ഒക്കെ ഇജ്ജ് നരകത്തിലിട്ടോ, എന്നെ രക്ഷപ്പെടുത്തിയിട്ട. അപ്പം അതിൻ്റെ വ്യത്യാസം നോക്കുക നിങ്ങൾ. ദുനിയാവ് എന്തായാലും ചെയ്ത്, എൻ്റെ ഭാര്യയ്ക്ക് തീപ്പൊള്ളരുത് എന്ന് പറഞ്ഞിട്ട് ഓളെടുത്ത് പുറത്തേക്ക് ഇട്ട്, എൻ്റെ കുട്ടിക്ക് തീപ്പൊള്ളരുത് എന്ന് പറഞ്ഞാൽ കുട്ടീനെ എടുത്ത് പുറത്തേക്ക്. അതേ ആൾ പറയാണ് എൻ്റെ കുട്ടീനെ നരകത്തിലിട്ടോ എന്ന് പറയുന്ന ഒരു അവസ്ഥ പരലോകത്ത് എന്നുള്ള സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവരെയൊക്കെ നരകത്തിൽ ഒരു തീപ്പെട്ടി കൊണ്ട് നമ്മുടെ കുട്ടിക്ക് പൊള്ളുന്ന ഒരു സ്റ്റവ് അടുപ്പിൽ ചെന്നിട്ട് നമ്മുടെ കുട്ടി കൈയിട്ട് പൊള്ളി നമുക്ക് സഹിക്കുമോ? നമ്മൾ കരയില്ലേ കുട്ടീനെ ഓർത്തിട്ട്, ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട്. ആ മക്കൾ നരകത്തിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ടും മോളെ ഡ്രസ്സ് നിയന്ത്രിക്കാത്ത, മോളെ സംസ്കാരം നിയന്ത്രിക്കാത്ത, മോള് മുഖത്ത് വരട്ടുന്ന ചായ നമുക്ക് പാടില്ലാത്തതാ മോളെ എന്ന് പറയാത്ത, മാറ് കാണിച്ചിറക്കുന്ന മോളോട് അരുത് എന്ന് പറയാത്ത, തലയെ തട്ടിടാത്ത മോളോട് അരുത് എന്ന് പറയാത്ത ഏത് മാതാപിതാക്കൾക്കാണ് പരലോകത്ത് ആശ്വാസം ഉണ്ടാകുക? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്താണ് നമുക്ക് അവിടെ ആശ്വാസമായിട്ടുണ്ടാവുക? ഇനി ഒരു സ്വർഗത്തിൻ്റെ വിവരണം നിങ്ങൾ കേട്ട് നോക്ക്. വസാരിയവും ധൃതിയിൽ വന്നോളി ഇലാ മഅ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അള്ളാഹുവിൽ നിന്നുള്ള മഅ്ഫിറത്തിലേക്കും, ജന്നത്തുൻ അർളുഹസ്സമാവാതു വൽ അർള്, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കും. അല്ലേ, ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിക വഅനാബ വഖവായിബ അത്റാബ വഖഅസൻ ദിഹാഖ. സൂറത്ത് ഇൻസാനിലൊക്കെ ഉള്ള വിവരണം നോക്കുക നിങ്ങൾ. ആ പളങ്ക് പാത്രവുമായി നടക്കുന്ന കുട്ടികളെ അവിടെ വിവരിക്കുന്നു. അലല്ലറായിക്ക് മുത്തഖിയൂൻ, അലങ്കൃതമായ സ്വർഗത്തിൽ. സൂറത്ത് റഹ്മാനൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. വജനലിൽ ജന്നത്തൈനി ദാൻ, നോക്കൂ അവിടെ സ്വർഗത്തിന്റെ 2 ആരാമങ്ങളുണ്ട്.
അവിടെ ഇടതൂർന്ന തോട്ടങ്ങളുണ്ട്. അവിടെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു നെഞ്ചകം വിഭാവനം ചെയ്തിട്ടില്ലാത്തതുമായ അനുഗ്രഹത്തിന്റെ ഒരു ലോകം. അതിലേക്കാ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിലെ 10-ാം അധ്യായത്തിൽ 25 പറയുന്നത് എന്താ? വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു നിങ്ങളുടെ ദാറുസ്സലാമിലേക്ക്. ആ സൂറത്ത് റഅദുണ്ടല്ലോ, കുടുംബസമേതം സ്വർഗ്ഗത്തിൽ പോകുന്ന വിവരിക്കുന്ന 13-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വചനം. അതിൽ പറയുന്നത് യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ്, സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകളിലൂടെ കയറിക്കൊള്ളീൻ. ഭാര്യമാരോട് പറയുന്നതോ, നിങ്ങൾ കൃത്യമായി നമസ്കരിക്കുക, നോമ്പൊഴിക്കുക, ഇസ്തിഗ്ഫാറും സദഖയും ചെയ്യുക, ഭർത്താവിനനുസരിക്കുക, സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകളിലൂടെ കടന്നു പോകാം. അവിടെയും പറയുന്നതോ അസ്വാജിഹിം വദുരിയാതിഹിം അല്ലെ, അവിടെ ബാപ്പയും ഉമ്മയും മക്കളും സ്വാലിഹീങ്ങളായ ആളുകൾ ഒന്നിച്ച് സ്വർഗ്ഗത്ത് പോകുന്ന ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാനാണ്. നിങ്ങൾ നോക്ക്, സൂറത്ത് ആൽ-ഇംറാനിലെ 185 കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് പറയുന്നത് 6 നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും 6 സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ, അതാണ് വിജയം. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു ചെറിയ അമല് പോലും നമ്മൾ പാഴാക്കരുത്. ഒരു ചെറിയ തിന്മ പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാനാണ് പിശാച് എപ്പോഴും നമ്മളോട് തിന്മക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി. ഖുർആനിലെ 12-ാം അധ്യായം 53-ാമത്തെ വചനം. പാപത്തിലേക്ക് മനസ്സിങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ വളരെ കെയർ ചെയ്യണം. 2 മിനിറ്റ് കൂടിയാണ് ഞാൻ സംസാരിക്കുക. ഈ 2 മിനിറ്റിൽ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ വളരെ ഗൗരവമായ പഠനങ്ങൾ, വ്യത്യസ്ത പരിശുദ്ധ റമദാനാണ് വരാൻ, എത്രയോ ക്ലാസ്സുകൾ നമുക്ക് കിട്ടാൻ പോകുന്നു, എന്തെല്ലോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. എന്തിന്? ഡെയിലി ജമീൽ ആപ്പിലൊക്കെ കയറിയാൽ, നമ്മുടെ പീസ് റേഡിയോയിൽ കയറിയാൽ മനുഷ്യന്, അതായത് നമ്മൾ തോറ്റു പോകുക എന്നല്ലാണ്ട് ആ ക്ലാസ് അവസാനിക്കുന്നില്ലല്ലോ, ഫുൾ ടൈമാണ്. ഈ അവസരങ്ങളെക്കുറിച്ച് നമ്മൾ അള്ളാഹിനോട് എന്ത് പറയും? ഈ അവസരങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് പറയും? ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത റസൂല പറയുന്നത് നരകവും സ്വർഗവും ഉണ്ട്. നമ്മുടെ കണ്ണിൽ കാണുന്ന വിധത്തിലാണ് അള്ളാഹു സ്വർഗ നരകങ്ങളെ വിരിക്കുന്നത്. കൃത്യമായ തെളിവുകളുടെ അള്ളാഹ് ചോദിക്കേണ്ട അല്ല. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമാ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ. അതായത് ഒരാൾ വന്നിട്ട്, നബിയുടെ മുമ്പിൽ വന്നൊരാൾ ഒരു പഴയ ശ്മശാനത്തിലെ നുരുമ്പിയ എല്ല്, മരിച്ചുപോയൊരു മനുഷ്യന്റെ കവർന്ന് എല്ല് വാരിയിട്ട് അതിൻ്റെ പൊടി ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ അദ്ദേഹം പൊടിച്ചു. എത്രയോ വർഷങ്ങൾക്ക് മരിച്ചു ഒരാളുടെ എല്ല് കയ്യിലിട്ടിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് നബീൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഊതിയിട്ട് ഒരു ചോദ്യ. എന്താ ചോദ്യം എന്നറിയോ? ഈ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേർന്ന ഈ എല്ലിൽ നിന്നാണോ അള്ള സൃഷ്ടിക്ക് ഇങ്ങനെ ഉയർത്തിയേൽപ്പിക്കുക? അതിനുള്ള മറുപടി, നിങ്ങളുടെ വിരൽത്തുമ്പുകൾ പോലും വ്യത്യസ്തമായി. വിരലടയാളുണ്ടല്ലോ, ദക്ഷിണാഫ്രിക്കയിൽ ഇന്ന് ജനിക്കാൻ പോണ ഒരു കുട്ടിക്ക് കൊല്ലത്തെ വേറൊരു കുട്ടിയുടെ ഫിംഗർ പ്രിൻ്റ് ആയിട്ട് ഒരു സാമ്യതയില്ല. 800 കോടി മനുഷ്യരുടെ ഫിംഗറും വ്യത്യസ്തമാണ്. ഇത് വല്ലാത്തൊരു അത്ഭുതമല്ലേ? ആ അള്ള ചോദിക്കണം, ഇങ്ങനെയൊക്കെ ആക്കിയേ നിങ്ങളെ ഉരുമ്പിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അള്ളാഹ്ക്ക്. ഇങ്ങനെ അള്ള പറയേണ്ടത്, നിങ്ങളെ വാലറ്റ് ഉണ്ടല്ലോ, അജ്മുദ്ദീനെ നിങ്ങളുടെ ഇവിടെ ഈ ഭാഗം അത് മണ്ണിൽ ഒരിക്കലും ലയിക്കൂല എന്നാ കബറിൽ കൊണ്ടുവച്ചാൽ അത് മാത്രമേ ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഒരു ചാറൽ മഴ പെയ്യും എന്നാണ് സൂറത്ത് കാഫിലും അതുപോലെ വാക്യത്തിലൊക്കെ കാണാം. എന്നിട്ട് അള്ള പറയണെന്ത്? ആ ഭൂമി ഉണങ്ങി വരണ്ട് കിടന്നിട്ടൊരു മഴ പെയ്തിട്ട് അവിടെ ചെടികൾ മുളയ്ക്കുന്ന പോലെ. അത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫുട്ബോൾ ഗ്രൗണ്ടിലും നിങ്ങളുടെ പിച്ചിലും നിങ്ങൾ എന്തെങ്കിലും പുല്ല് കാണുന്നുണ്ടോ? പക്ഷെ ഒരു മഴ പെയ്ത പിന്നെ നിങ്ങൾ എന്താ കാണുന്നത്? പുല്ലിങ്ങനെ മുളച്ച്. അതുപോലെ കദാലിക്കൽ ഖുറൂജ്, നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരപ്പെടുന്നു. അതുകൊണ്ട് വളരെ ഗൗരവമായി ഈ കാര്യം ഓർക്കുക. ഞാൻ ഉദ്ദേശിച്ച എൻ്റെ സമയം, നിങ്ങൾ നിശ്ചയിച്ച സമയമല്ല, ഞാൻ ഉദ്ദേശിച്ച എൻ്റെ സമയം ഇവിടെ അവസാനിക്കണം. നാളെ ഖുതുബയും പൊതുസമ്മേളനവും ഉണ്ട്. ഇന്നലെ പയ്യോളി ഉണ്ടായിരുന്നു, അതിൻ്റെ തലേന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ക്ഷീണവും പിന്നെ ലോകത്തു നിന്ന് ഇങ്ങോട്ട് റിലീസായി വരുന്നല്ലേ ഉള്ളൂ. എല്ലാം മറന്ന് പ്രസംഗിച്ചാൽ ഒരു പക്ഷേ തീരെ പ്രസംഗിക്കാൻ പറ്റാതെ വന്നാൽ എന്നൊക്കെ കരുതുന്നത് കൊണ്ട്, ഭാവി നമുക്കറിയാത്തത് കൊണ്ട് നമ്മുടെ പള്ളി ഒരു വെളിച്ചമായി, ലൈറ്റ് ഹൗസായി മാറണം. നമ്മളൊക്കെ തന്നെയും ഡെയിലി ഖുർആൻ വായിക്കുന്ന, ഏറ്റവും ചുരുങ്ങിയ അമാനുമലയുടെ പരിഭാഷ ഇപ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണണം. അവിടെ വന്നിരുന്നു ഇവിടെയൊക്കെ കാണാം പരിഭാഷ പലതും. ഒന്നവിടെ ഇരുന്ന് ഒരു സുബൈക്കൊക്കെ കുറച്ച് നേരം നോക്കി ഒരു 3-4 ആയത്തൊക്കെ പഠിച്ച് ചില അധ്യായങ്ങളെങ്കിലും സെലക്ട് ചെയ്ത് അതൊക്കെ വായിച്ച് നമ്മുടെ മക്കളെയെങ്കിലും അതിലേക്ക് കൊണ്ടുവന്ന് നല്ലൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരുകൊള്ളുന്ന വെയിലത്ത് അർശിൻ്റെ തണം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.
ربنا اغفر لنا ولإخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.